നെക്സ്റ്റ് ഈസ് മൾട്ടി പാസ് അസംബ്ലർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള അസംബ്ലേഴ്സാണ് വൺ പാസ് അസംബ്ലറും ടു പാസ് അസംബ്ലറും. വൺ പാസ് അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ ഇൻപുട്ടിലൂടെ കടന്നുപോയി ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ വൺ പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. ഈ ടു പാസ് അസംബ്ലർ എന്ന് പറഞ്ഞാൽ 2 തവണ ഇൻപുട്ട് പ്രോഗ്രാം സ്കാൻ ചെയ്ത് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ടു പാസ് അസംബ്ലർ എന്ന് പറയുന്നു. ദെൻ മൾട്ടി പാസ് അസംബ്ലർ മീൻസ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻപുട്ടിലൂടെ കടന്നുപോയാൽ മാത്രമേ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. കൺസിഡർ ദി എക്സാമ്പിൾ ആൽഫ EQ ബീറ്റ, ബീറ്റ EQ ഡെൽറ്റ, ഡെൽറ്റ EQ 3. നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൽഫ EQ ബീറ്റ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് പാസ് 1 സിമ്പിൾ ടേബിളിൽ എന്താണ് പ്രോബ്ലം വരുന്നത് വെച്ചാൽ ആൽഫ EQ ബീറ്റ ആണ്. ബീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാമോ? ഇല്ല. ദെൻ ആൽഫയുടെ വാല്യൂ നമുക്കറിയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഇനി ബീറ്റയുടെ വാല്യൂ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബീറ്റ EQ ഡെൽറ്റ. ഇവിടെ ഡെൽറ്റയുടെ വാല്യൂ നമുക്കറിയില്ല, അതുകൊണ്ട് ബീറ്റയുടെ വാല്യൂ ഓൾസോ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് ഡെൽറ്റ EQ 3 തന്നിട്ടുണ്ട്, അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 3. ദെൻ ഈ പ്രോബ്ലമാണ് ആക്ച്വലി ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം മീൻസ് ദി റെഫറൻസ് ടു എ ലേബൽ ദാറ്റ് ആർ ഡിഫൈൻഡ് ലേറ്റർ ഇൻ ദി പ്രോഗ്രാം. ബീറ്റ EQ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെൽറ്റ താഴെയുണ്ട്, അതായത് ലേറ്റർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പാസിൽ ആൽഫയുടെ വാല്യൂ അറിയില്ല, ബീറ്റയുടെ വാല്യൂ അറിയില്ല, ഡെൽറ്റ തന്നിട്ടുണ്ട്, അത് 3 ആയിരിക്കും. ഇനി രണ്ടാമത്തെ പാസിൽ ആൽഫയുടെ വാല്യൂ അറിയില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ബീറ്റയുടെ വാല്യൂ അറിയാം 3, ഡെൽറ്റ 3. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പാസിലാവുമ്പോഴേക്കും നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 3, ബീറ്റ 3 ആൻഡ് ഡെൽറ്റ 3. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഇൻപുട്ടിലൂടെ കടന്നു പോകണം. സോ ഇതിനെ നമുക്ക് ടാബ് ചെയ്യണം. വൺ സൊല്യൂഷൻ ഇതാണ്. പാസ് വണ്ണിൽ നമ്മുടെ ലാബുകളൊക്കെ അൺഡിഫൈൻഡ് ആയിരിക്കും. ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം വരുന്ന ലാബുകളെല്ലാം നമ്മൾ സിമ്പിൾ ടാബിലോട്ട് സേവ് ചെയ്തിട്ട് അഡീഷണൽ പാസസ് നമ്മൾ ഇൻപുട്ടിലൂടെ കടന്നു പോകാതെ നമ്മൾ ഈ സ്റ്റോർഡ് ഡെഫിനിഷനായ സിമ്പിൾ ടാബിലൂടെ കടന്നു പോവുക. എന്നിട്ട് എല്ലാ ഫോർവേഡ് റെഫറൻസസും സോൾവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫൈനൽ പാസ് ടു വീണ്ടും ഇൻപുട്ടിലോട്ട് കടന്നു പോകുന്നത് കൊണ്ട് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഹാഫ് സൈസ് EQ max length divided by 2. Max length EQ buffer minus buffer. Pivot EQ buffer minus 1. ഇനി നാലാമത്തെ ലൈന് ബഫർ റിസർവ് ബൈറ്റ് 4096. അഞ്ചാമത്തെ ലൈന് ബഫർ EQ സ്റ്റാർ. ഇവിടെ സ്റ്റാർ മീൻസ് കറണ്ട് ലൊക്കേഷൻ കൗണ്ടർ. ഓക്കെ, സ്റ്റാർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ലൊക്കേഷൻ കൗണ്ടറാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ടേബിൾ ഹാഫ് സൈസ് എൻ്റർ ആവും. ഹാഫ് സൈസ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ മാക്സ് ലെങ്ത് ഡിവൈഡ് ബൈ 2 ആണ്. അവിടെ ഒരു ആംപർസെൻറ്റ് ഇട്ടു. ആംപർസെൻറ്റ് 1 ഇട്ടത് എന്തെന്ന് വെച്ചാൽ ഹാഫ് സൈസ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ മാക്സ് എലിയൻ എന്ന് പറയുന്ന ഒരു അൺഡിഫൈൻഡ് വേരിയബിളാണുള്ളത്. ഓക്കെ, ഹാഫ് സൈസ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ഒരു അൺഡിഫൈൻഡ് വേരിയബിളാണുള്ളത്. അതുകൊണ്ട് വി ഡോണ്ട് നോ ഇറ്റ്സ് വാല്യൂ. മാക്സ് ലെങ്ത് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഒരു അൺഡിഫൈൻഡ് വേരിയബിൾ എന്നുള്ളതാണ് ഇവിടെ ആംപർസെൻറ്റ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി മാക്സ് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാം? മാക്സ് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഹാഫ് സൈസ് കമ്പ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാക്സ് LN EQ ബഫൻറ്റ് മൈനസ് ബഫർ. ഈ ബഫൻറ്റും ബഫറും അറിയാത്തത് കൊണ്ട് ആംപർസെൻറ്റ് 2 വരും. ബഫൻറ്റും ബഫറും അറിയാത്തതുകൊണ്ട് ഇവിടെ ആംപർസെൻറ്റ് 2 വരും. നെക്സ്റ്റ് എന്താ? ബഫൻറ്റ് നമുക്കറിയില്ല, ബഫറും അറിയില്ല. ഇനി ബഫൻറ്റും ബഫറും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാം? മാക്സ് ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബഫൻറ്റിൻ്റെ അവിടെ ഡിപ്പെൻഡൻസി ലിസ്റ്റായിട്ട് ഒരു മാക്സ് LN കൊടുക്കണം, മാക്സ് LN കൊടുക്കണം. അതുപോലെ ബഫർ അറിയില്ല, അതുകൊണ്ട് ബഫർ സ്റ്റാർ. ബഫൻറ്റ് നമുക്കറിയില്ല, സോ ബഫൻറ്റ് സ്റ്റാർ. ഓക്കെ, ബഫൻറ്റും ബഫറും അറിയാമെങ്കിൽ നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? മാക്സ് LN. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ രണ്ടാമത്തെ ലൈൻ റീഡ് ചെയ്യുമ്പോൾ സിമ്പിൾ ടേബിളിലെ കണ്ടൻറ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി ഈ ബഫർ എന്ന് പറയുന്നത് മുകളിൽ എഴുതണോ അല്ലെങ്കിൽ താഴെ എഴുതണോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാൻ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ലൈൻ എന്താണ്? പ്രിവറ്റ് EQ ബഫർ -1. പ്രിവറ്റ് എൻ്റർ ചെയ്യും ഒരു അൺഡിഫൈൻഡ് വേരിയബിൾ ബഫർ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എന്താണ് നെക്സ്റ്റ് പ്രിവറ്റ് എൻ്റർ ചെയ്യുമ്പോൾ എന്താണുള്ളത്? ഒരു ബഫർ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് വേരിയബിൾ ഉണ്ട്, അതുകൊണ്ട് %1 കൊടുത്തു. ഇനി ബഫറിൻ്റെ അവിടെ എന്താ ആഡ് ചെയ്യാം? ബഫറിൻ്റെ അവിടെ ഇവിടെ റീഡ് ചെയ്യും. ഓക്കെ, ബഫറിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്രിവറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി അറ്റ് ദി ടൈം ഓഫ് റീഡിങ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ബഫർ വാല്യൂ 1034 ആയിട്ട് അസ്യൂം ചെയ്യാം. ഈ ലൈൻ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ബഫറിൻ്റെ വാല്യൂ 1034 ആയിട്ട് അസ്യൂം ചെയ്തു. ദെൻ വി ഗെറ്റ് പ്രിവറ്റ് വാല്യൂ അല്ലേ? ബഫറിൻ്റെ വാല്യൂ 1034 ആണെങ്കിൽ പ്രിവറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1034 -1 1033 കിട്ടും. ദെൻ മാക്സ് ലെങ്ത്തും പ്രിവറ്റിലും ബഫറിൻ്റെ റിഫ്ലക്ഷൻ വരും. ഓക്കെ, അതായത് നെക്സ്റ്റ് സ്ലൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ഇതിൽ 1033 കിട്ടും. ഇത് ബഫർ 1034 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പ്രിവറ്റ് 1033 കിട്ടും, അതായത് ബഫർ -1. ഇനി മാക്സ് ലെങ്ത്തിൽ എന്ത് വരും? ബഫറിൻ്റെ മൈനസ് ബഫറിൻ്റെ വാല്യൂ നമുക്കറിയാം. ബഫറിൻ്റെ മൈനസ് ബഫറിൻ്റെ വാല്യൂ നമുക്കറിയാം. സോ %2 ചേഞ്ച് ചെയ്ത് 1 ആവും. ഇതിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ അറിയാം, ഒരെണ്ണത്തിൻ്റെ മാത്രം അറിയില്ല, അതുകൊണ്ട് ഈ 2 ചേഞ്ച് ആയിട്ട് %1 ആയി. അതുപോലെ പ്രിവറ്റിന് എന്ത് സംഭവിക്കും? ബഫർ -1 1033 അത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് പോവും? അത് കിട്ടിയത് കാരണം %1 മുമ്പുണ്ടായിരുന്ന ഈ %1 അതിൽ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, 1033 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. ബഫർ എത്ര ബൈറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്? 4096 എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂ ആണ്. അതിൻ്റെ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വാല്യൂ 1034 ആണെങ്കിൽ 4096 അല്ലെങ്കിൽ 1000 ഹെക്സാഡെസിമൽ അത്രയും ലൊക്കേഷൻ റിസർവ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷൻ, ഈ ബഫറിൻ്റെ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ എന്ന് പറയുന്നത് 2024 ആയിരിക്കും അല്ലേ? 1034 പ്ലസ് 1000 വരും അല്ലേ? 1000 റിസർവ് ചെയ്യുന്നുണ്ട്. 1000 ഹെക്സാഡെസിമൽ വാല്യൂ അത്രയും ലൊക്കേഷൻ റിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ലൈനിൽ നമുക്ക് എത്ര കിട്ടും? 2034 കിട്ടും. ഓക്കെ, ദെൻ ബഫറിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2034 കിട്ടി. ഇനി ബഫറിൻ്റെ വാല്യൂ 2034 കിട്ടി, ബഫറിൻ്റെ വാല്യൂ 1034 ആണ് നമുക്കറിയാം. അപ്പോൾ മാക്സ് ലെങ്ത്ത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബഫറിൻ്റെ മൈനസ് ബഫറാണ്, അതുകൊണ്ട് 2034 മൈനസ് 1034 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 കിട്ടും. അപ്പോൾ മാക്സ് ലെങ്തിൻ്റെ വാല്യൂ നമുക്ക് 1000 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹാഫ് സൈസ് ആണ് അല്ലേ? അപ്പോൾ ഹാഫ് സൈസിൻ്റെ ഇക്വേഷൻ എന്താ? മാക്സ് ലെങ്ത് ഡിവൈഡ് ബൈ 2 ആണ്. മാക്സ് ലെങ്ത് നമുക്ക് ഓൾറെഡി 1000 കിട്ടി. അപ്പോൾ ഹാഫ് സൈസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 500 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപാസ് അസംബ്ലറിൻ്റെ ഒരു എക്സാമ്പിൾ.